Sabi ari sabi punina mavina topali sabirakayi ari sabi punina puriyin tere uppinakai siyagi tere seetarane oridi. ഓക്കെ, ബീഫ് കറിയിൽ നമ്മൾ ആദ്യമേ തന്നെ ബീഫ് കുറച്ച് സവാളയും കൂടി ഇട്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൽ കൂടെ കുറച്ച് പച്ചമുളക് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് പച്ചമുളക് അതിട്ട് ഇവിടെ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസിയായ ആൾക്കാർക്ക് ഒന്നും ഒരു ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കിയോ തന്നെ ഇതിന് ശേഷം ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി നല്ലതൊക്കെ ഒന്ന് ക്രഷ് ചെയ്യണം. ഓക്കെ, മുളക് പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല ഇതെല്ലാം 1 ടീസ്പൂൺ വീതമാണ് ചേർത്തിരിക്കുന്നത്. ഒരു നല്ല സ്മെൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ നല്ല അടിപൊളി ബീഫ് ഇതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാം. പക്ഷേ അതിനകത്ത് വെള്ളമില്ല. ഗൾഫിലെ ബീഫ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നാട്ടിലെ ബീഫ് ആണ് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ഇത് ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇതൊരു ചെറിയൊരു കാഴ്ചയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ ഓൾമോസ്റ്റ് 6-7 പീസിൻ്റെ പരിപാടി നല്ല പീസായിരിക്കും. ഇതിൻ്റെ കാര്യം പിടിച്ചിട്ടാകുമ്പോൾ സ്റ്റൗവിലോട്ട് ഇങ്ങനെ വെച്ചു. സ്റ്റൗവിലോട്ട് വെച്ചിട്ട് കത്തിച്ചു, അടുപ്പിൽ വെച്ചു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 6-7 പീസിൽ ഇതിൽ കേൾക്കാം. 6-7 പീസിൽ കേട്ടാൽ നമുക്കത് കറക്റ്റായിട്ടൊരു കുക്കായിട്ട് കിട്ടണം. ഓക്കെ, ഇനി ഇനി ഒരു 6-7 പീസിൽ കേട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിപ്പം ഓൾമോസ്റ്റ് തട്ടിക്കൂട്ടലാണ്. അപ്പം തട്ടിക്കൂട്ടായാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു കുറച്ച് സവാള ഇങ്ങനെ കിട്ടുന്നുണ്ട്. കുറച്ച് സവാള ഇങ്ങനെ ഇടുന്നു. ഓക്കെ, പിന്നെ വേറൊന്നുമില്ല, കുട്ടി ഭയങ്കര വെള്ളമുണ്ടോ? ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. ഉപ്പ് കുറച്ച് ഇടണം. കുറച്ച് നമുക്ക് ഉപ്പ് ഇടണം. ഓക്കെ, ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വെളുത്തുള്ളി അങ്ങോട്ട് കളിക്കുന്ന സെറ്റായി കഴിക്കാം. ഈ പുള്ളിയൊക്കെ നല്ലതാണ്. സവാള ഇടുമ്പോഴേക്കും സവാളയുടെ നമുക്ക് എപ്പോഴും മധുരം കഴിക്കണം. ഏതൊരു കാര്യം നമ്മൾ സവാള മധുരം കഴിക്കണം. മനസ്സിലായില്ലേ? പക്ഷേ കൊച്ചുള്ളി എന്താണെന്ന് വെച്ചാൽ കൊച്ചുള്ളി ഇടുന്നുള്ളൂ. പക്ഷേ നമുക്ക് കൊച്ചുള്ളി ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളാരും അങ്ങനെ കൊച്ചുള്ളി ഉപയോഗിക്കില്ല. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കൊച്ചുള്ളിയൊക്കെ ഉപയോഗിക്കും. നല്ല അടിപൊളി എഴുതുണ്ടാകും. കുറച്ച് ഉപ്പൊന്നും കഴിച്ചോ. കുറച്ച് നേരം കൂടെ അടുപ്പിലിരുന്ന് വറ്റി വന്നപ്പോഴുള്ള ബീഫിൻ്റെ അവസ്ഥയാണ് കേട്ടത്. പിന്നെ നമ്മൾ ചെറിയ തീയിൽ നെച്ചോറ് വേവിക്കാൻ വെച്ചിരുന്നത് അത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കെട്ടിയോൺ സ്പെഷ്യൽ നെച്ചോറും ബീഫും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വെജിറ്റബിൾസ് കേട്ടൊരു നെച്ചോറിൻ്റെയും ബീഫ് കറിയുടെയും ഫോട്ടോ ആണ് കേട്ടോ ഇത്. Mavina topali sabirakayi ari sabi punina